السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم فصل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സനദ് ദാന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായി ഇവിടെ നടക്കുന്നത് ആത്മീയ സമ്മേളനമാണ്. മനുഷ്യൻ എല്ലാ സമയത്തും അവൻ്റെ ഹൃദയത്തെ ശുദ്ധിയാക്കാനും സംസ്കരിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. ഇന്നല്ലാഹ ലാ യൻദുർ ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുർ ഇലാ ഖുലൂബിക്കും. അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ വേഷഭൂഷാദികളിലേക്ക്, നിങ്ങളുടെ ആ ഒരു ശാരീരികമായ പ്രൗഢിയിലേക്ക് അല്ലാഹുവിൻ്റെ നോട്ടം ഉണ്ടാകുന്നില്ല. അല്ലാഹു നിങ്ങളെ വിലയിരുത്തുന്നത്, നിങ്ങളല്ലാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയും ആ ഹൃദയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് എന്ത് കാര്യമാണോ ചിന്തിക്കുന്നത് എന്നതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ സ്ഥാനമെന്നാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമം. അതുകൊണ്ട് തന്നെ ഈ ആത്മീയ സമ്മേളനം എല്ലാ വിശ്വാസികളോടും ആഹ്വാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ, നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരായി മാറാൻ ഈ സന്ദർഭത്തിൽ പ്രതിജ്ഞയെടുക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് ഒരുപാട് പ്രതിസന്ധികളാണ്, വെല്ലുവിളികളാണ് മുസ്ലിം സമുദായത്തിൻ്റെ മുമ്പിലുള്ളത് എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് നാസ്തികതയും മതനിരാസവും മതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഭൗതികതയുടെയും ലിബറലിസത്തിൻ്റെയും പേരിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അത് പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പരസ്യമായി ഒരിക്കലും നമ്മളിൽ അതുണ്ടാവരുത് എന്ന് കരുതിയിരുന്ന ഈ രാജ്യത്തെ പൊതുവായിട്ടുള്ള ജനങ്ങൾ സംസ്കാരമെന്ന് കരുതിയിരുന്ന എല്ലാ നിയമങ്ങളും ഇന്ന് കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ തോന്നിയതുപോലെ ജീവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആണും പെണ്ണും തമ്മിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. എല്ലാവർക്കും ഏത് സമയത്തും ഏത് രൂപത്തിലും ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് ശയിക്കാനും ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ഒരു വലിയ വിഭാഗം ജനങ്ങൾ ധാർമ്മികതയായി കരുതിയിരുന്ന എല്ലാ അച്ചടക്കങ്ങളെയും മറികടന്നുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ അശ്ലീലത ഒരു സംസ്കാരമായി അവതരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് സഹോദരന്മാരെ നമുക്ക് ജീവിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി മാത്രമേയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ
നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യത്തിലും പരസ്യത്തിലും, നമ്മുടെ ജീവിതത്തിൻ്റെ സ്വകാര്യതയിലും, നമ്മുടെ ജീവിതത്തിൻ്റെ പൊതു കാര്യങ്ങളിലും അള്ളാഹുവിനെ കൊണ്ടുവരാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു ഈമാൻ അതുണ്ടാക്കിയെടുക്കൽ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തഖ്വയുള്ളവരാരാണ്, നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഞങ്ങളെ കൂട്ടത്തിൽ തഖ്വയുള്ളവർ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത മറുപടി, അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുന്ത, അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുന്ത. മോനെ, നീ എവിടെയാണെങ്കിലും, നീ ഏത് രാജ്യത്താണെങ്കിലും, ഏത് റൂമിൻ്റെ ഉള്ളിലാണെങ്കിലും, ഏത് സദസ്സിലാണെങ്കിലും, ഏത് ജനവിഭാഗത്തിലാണെങ്കിലും, നീ ഉറക്കിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും, അൻ തഅലമ അന്നല്ലാഹ മഅക, അല്ലാഹു നിന്റെ കൂടെയുണ്ട്, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, എന്നെ അല്ലാഹു കാണുന്നുണ്ട്, അല്ലാഹു എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ചിന്ത നിന്റെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാവലാണ് നീ തഖ്വയുള്ളവനാണ് എന്ന് നിനക്ക് പറയുന്നതിൻ്റെ അടിസ്ഥാനം, നിനക്ക് പറയാൻ സാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം. സഹോദരന്മാരെ, അൻ തഅലമ അന്നല്ലാഹ മഅക ഹൈസുമാ കുന്ത, ഞാൻ ഏത് സന്ദർഭത്തിലാണെങ്കിലും അല്ലാഹു എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എൻ്റെ കൂടെയുണ്ട്. ഈ ഒരു ചിന്ത മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം അവൻ്റെ ജീവിതത്തിൽ അരുതായ്മകൾ, അധാർമികതകൾ, തിന്മകൾ, കുറ്റകൃത്യങ്ങൾ ഓരോ നിലക്കും ഉണ്ടാവാനുള്ള സാധ്യതകളില്ലാതായി തീരുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധ്യമല്ല എന്ന ചിന്തയില്ലെന്ന് മനുഷ്യൻ സ്വാഭാവികമായി അള്ളാഹുവിനനുസരിക്കാൻ അവൻ നിർബന്ധിതനായി തീരുകയാണ്. വല്ലാഹു യഅലമു, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നുണ്ട്. മാ ഫീ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയ്നി വമാ തുഖ്ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു വായിക്കുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഒരു ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തെറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഇല്ലാതായി തീരുകയാണ്. ഈ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങൾ നിങ്ങൾക്കറിയുമല്ലോ സഹോദരന്മാരെ. മനുഷ്യത്വം മരവിച്ച് മാനുഷികമായ മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള വളരെ ഭീകരമായ പ്രവർത്തനങ്ങളാണ് ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ 1.25 ലക്ഷത്തോളം ആളുകളാണ്, കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കം ആ നാട്ടിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് എന്നാണ് മീഡിയകളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത്. പാലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളുടെ ധീനരോധനങ്ങൾ, അട്ടഹാസങ്ങൾ, ആർപ്പുവിളികൾ അത് കേൾക്കാൻ ഈ രാജ്യത്ത്, ഈ ലോകത്ത്, ഈ ഭൂമിയിൽ മനുഷ്യത്വമുള്ളവരാരുമില്ലേ എന്ന് ചിന്തിച്ചു പോകുന്ന നിലക്ക് അക്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് സഹോദരന്മാരെ അറേബ്യയിലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തുണ്ടായി തീർന്ന ആ സമാധാനത്തിൻ്റെ കുളിർക്കാറ്റുകൾ ലോകത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങളിൽ താളം പിടിച്ചിരിക്കുകയാണ്. ഖലീഫ ഉമറിൻ്റെ ഭരണമാണ് ഇന്ത്യ രാജ്യത്ത് വേണ്ടതെന്ന് മഹാനായ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരാഗ്രഹമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. മർക്കസിൻ്റെ മഹത്തായ സമ്മേളനത്തിന് വേണ്ടി ഈ വിശാലമായ മുറ്റത്തൊരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈ ആത്മീയ സമ്മേളനം പരിശുദ്ധമായ റജബ് മാസത്തിലാണ്. ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും വളരെ പരിശുദ്ധമായ ചരിത്രങ്ങൾ അനുസ്മരിക്കുന്ന ആ റജബിൻ്റെ മഹത്തായ സന്ദർഭത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കുക. നമ്മളെ ഹൃദയം ശുദ്ധിയാക്കണം. നമ്മുടെ ശരീരം ഭംഗിയാക്കിയതുകൊണ്ട്, നമ്മുടെ വസ്ത്രങ്ങൾ മോടി പിടിപ്പിച്ചതുകൊണ്ട്, നമ്മുടെ വാഹനങ്ങൾ മോടി പിടിപ്പിച്ചതുകൊണ്ട്
അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം ലഭിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കുന്നൊരു ജീവിതത്തിൻ്റെ ഉടമകളായി നമ്മൾ മാറാൻ ശ്രമിക്കണമെന്ന് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശമായി എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സംസ്കരിക്കപ്പെട്ടവരാക്കി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുണ്ടുകളിൽ വിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പരിശുദ്ധമായ പള്ളിയുടെ ആ മിനാരങ്ങളിലൂടെ കേൾക്കുന്ന ശബ്ദവും അല്ലാഹു അക്ബറാണ്. എന്താണിത് തോന്നിപ്പിക്കുന്നത്? എന്താണിത് സൂചിപ്പിക്കുന്നത്? മനുഷ്യൻ എത്ര ദുർബലനാണ്. അല്ലാഹുവാകുന്ന യജമാനനാകുന്ന ലോകത്തിൻ്റെ നാഥനാകുന്ന അല്ലാഹുവിൻ്റെ ആ ഒരു വലിപ്പത്തരം യജമാനത്വം ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ വിളംബരം ചെയ്യുന്നു. എൻ്റെ റബ്ബ് വലിയവനാണ്. എൻ്റെ റബ്ബ് എല്ലാം പരിഹരിക്കാൻ കഴിവുള്ളവനാണ്. എൻ്റെ റബ്ബൻ്റെ മനസ്സിന് സമാധാനം തരാൻ കഴിവുള്ളവനാണ്. എൻ്റെ റബ്ബൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾക്ക് പരിഹാരം തരാൻ കഴിവുള്ള റബ്ബാണ്. ഈ ഒരു പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന പ്രഖ്യാപനം. അതിലൂടെ ഒരു വിശ്വാസിയുടെ മനസ്സ് അതാ സംസ്കരിക്കപ്പെടുകയാണ്, ശാന്തമാവുകയാണ്. പ്രതിസന്ധികളിൽ തളർന്നു പോവാതെ, പ്രതിസന്ധികളിൽ ഉലഞ്ഞു പോവാതെ പിടിച്ചു നിൽക്കാൻ അവന് സാധിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് സമർപ്പിച്ച ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളിൽ അവർ തടർന്നു പോയിട്ടില്ല. ബദറിലും ഉഹദിലും ഖന്തഖിലും തബൂക്കിൻ്റെയും ചരിത്രം അതാണ് പറയുന്നത്. വെല്ലുവിളികൾ, അതേപോലെ തന്നെ പ്രകോപനങ്ങളും മാലപ്പടക്കം പോലെ ഒന്നിന് പുറകെ ഒന്നായി വന്നപ്പോഴും മഹാന്മാരായ സ്വഹാബത്ത് ഒരിക്കലും തളർന്നു പോയിട്ടില്ല. അള്ളാഹു എൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ഒരു കേവലം പരീക്ഷണങ്ങൾ മാത്രമാണ്, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്കുണ്ടാകും എന്ന ആത്മവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഈ ആത്മവിശ്വാസം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. നമ്മൾ കഴിഞ്ഞു വന്ന മർക്കസിൻ്റെ 4.5 പതിറ്റാണ്ട് കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ടാണ് ഈ നിലക്കുള്ള വളർച്ചയിലേക്ക് എത്തിപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മർക്കസിൻ്റെ വഴിത്താരകൾ ഒരിക്കലും പട്ടുമത്തകൾ വിരിച്ച വഴിത്താരകളായിരുന്നില്ല, പൂമാലകൾ ചാർത്തപ്പെട്ട വഴിത്താരകളായിരുന്നില്ല. കല്ലുകളും മുള്ളുകളും നിറഞ്ഞ, ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ആ വഴിത്താരയിലൂടെയാണ് സുൽത്താനുൽ ഉലമാ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അവറുകൾ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകന്മാരെ നയിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ നമുക്ക് പൂമാലകളാണ്. നമുക്കിതൊന്നും ഒരു പുത്തരിയല്ല. ഇനിയും ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ ഇനിയും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. ആ സന്ദർഭത്തിലൊക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അല്ലാഹുവിൻ്റെ സഹായം എനിക്കുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തളരാതെ മുന്നോട്ട് പോവാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. ഒരുപാട് മഹാന്മാരായ നേതാക്കൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. മർക്കസു സഖാഫത്ത് സുന്നിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം, ത്യാഗത്തിൻ്റെ ചരിത്രമാണ്. ആരെയും മറക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാരൊക്കെയും ഈ സ്ഥാപനത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ആഖിറത്തിൽ ഉന്നതമായ പദവികൾ നൽകുമാറാവട്ടെ. ഈ മഹത്തായ സമ്മേളനം മഹാനായ സുൽത്താനുൽ ഉലമാ ശൈഖുന ഉസ്താദ് അവറുകൾ അസുഖബാധിതനായി ഇപ്പോൾ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കൂടുതലായി നമുക്ക് ഉസ്താദിൻ്റെ സംസാരമോ ഉസ്താദിൻ്റെ നീണ്ട പ്രഭാഷണങ്ങളോ അല്ല നമുക്ക് ആവശ്യം. ആ മഹാനായ ശൈഖ് അവറുകളുടെ ആ ഒരു സാന്നിധ്യം കൊതിച്ചുകൊണ്ടാണ്
മർക്കസിൻ്റെ വിശാലമായ ഈ ഭൂമുറ്റത്തേക്ക് നിങ്ങളെല്ലാവരും ഒഴുകിയെത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് ഖത്മുൽ ബുഖാരിയുടെ ആത്മീയ സദസ്സും ഇവിടുന്ന് പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾക്ക് സനത് കൊടുക്കുന്ന ചടങ്ങുമാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഘടിപ്പിച്ചതെങ്കിലും മർക്കസിൻ്റെ മുറ്റത്തേക്ക് ഒഴുകി വരിക എന്നുള്ളത് മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നിറഞ്ഞ, ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പരമാവധി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അല്പസമയം കഴിഞ്ഞ് സുൽത്താനുൽ ഉലമയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കായ നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, വിദേശ പ്രതിനിധികൾ, ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് ഈ മർക്കസിൻ്റെ ആത്മീയ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഗസ്റ്റുകളെല്ലാം വരാനിരിക്കുകയാണ്. ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും പരമാവധി മർക്കസിൽ ഒരുക്കിയ ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് ആളുകൾ ഈ ആത്മീയ ദിക്ർ ദുആ മജ്ലിസിൽ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരുടെയെങ്കിലും പേര് പ്രത്യേകം പറയേണ്ടതില്ല. UAE-യിലെ ICF-ൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായ അഷ്റഫ് സഖാഫി 2 ദിവസം മുമ്പ് ആക്സിഡൻറ്റിൽപ്പെട്ട് ഉമ്മുൽ ഖുവൈനിൽ ആക്സിഡൻറ്റിൽപ്പെട്ട് ICU-വിലാണ്. അള്ളാഹുവേ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. ഒരുപാട് സഖാഫിമാർ, നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ ഇവിടെ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. മർക്കസിൻ്റെ വലിയ വലിയ നേതാക്കന്മാരും ഇവിടുത്തെ മുദരിസുമാരും അതേപോലെ വിദ്യാർത്ഥികളും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. SYS-ൻ്റെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന CM കുട്ടി മൗലവിയുടെ ഭാര്യ വളരെ സീരിയസ് ആയി ആശുപത്രിയിലാണ്. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാവർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൻ്റെ ഒടുവിൽ നമ്മുടെ നേതാക്കന്മാർ ദുആ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു വർദ്ധിപ്പിച്ചൊരുമാറാവട്ടെ. അവസാനം ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുമാറാവണം. അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.